ഹലോ. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. മെറ്റാ വെരിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സബ്സ്ക്രിപ്ഷൻ പൈസ കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂ ടിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മോണിറ്റൈസേഷനിൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടുമോ, കാശ് കിട്ടുമോ എന്ന് ചിന്തിക്കുന്നത് അത് വളരെ വലിയൊരു തെറ്റാണ്. കിട്ടില്ല. അതും ഇതും തമ്മിൽ ഡയറക്റ്റായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആവശ്യമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. അത് എടുക്കുന്നത് കൊണ്ടുള്ള മറ്റു പല ഗുണങ്ങളാണ് ഉള്ളത്. അല്ലാതെ മോണിറ്റൈസേഷനും പൈസയുമായിട്ട് നമുക്ക് കിട്ടാനുള്ള കാശുമായിട്ടും ഒന്നും യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറയുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന പോലുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഡൗട്ട് വരുന്നവർ ഒരുപാട് പേരുണ്ട്. കാശിൻ്റെ കിട്ടാനുള്ള ടൈം വരെ എഴുതി കാണിക്കുന്നുണ്ട്, ഡേറ്റ് കാണിക്കുന്നുണ്ട്, പക്ഷേ പൈസ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. ഇത് കളിപ്പീരാണ്, ഫേസ്ബുക്ക് പൈസ തരത്തില്ല എന്നൊക്കെയാണ് പലരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഞാനത് ഒന്ന് പറ്റുന്ന രീതിയിലൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നമ്മൾ ഈ ഒരു മോണിറ്റൈസേഷൻ ടൂളൊക്കെ ആക്റ്റീവ് ആകുന്ന സമയത്ത് നമ്മളെടുത്ത് പേ ഔട്ട് മെത്തേഡ് ചോദിക്കുന്നുണ്ടാവും, പിന്നെ ടാക്സ് വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ടാവും. പേ ഔട്ട് മെത്തേഡിനകത്ത് 3 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന് ബാങ്ക് ട്രാൻസ്ഫർ, 2 വയർ ട്രാൻസ്ഫർ, 3 പേപാൽ ട്രാൻസ്ഫർ. അപ്പോൾ നേരത്തെ US മാത്രമായിരുന്നു $25 എന്ന് പറയുന്ന വിഡ്രോവൽ പരിപാടി ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ രാജ്യത്തിലും $100 ആയാൽ മാത്രമേ നമുക്ക് വിഡ്രോവലായിട്ട് വരുള്ളൂ. ഇപ്പം മറ്റ് പല രാജ്യങ്ങളിലും ഫേസ്ബുക്ക് ഈ $25 പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാണ് ഈ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ. അങ്ങനെ വഴി $25 ആർക്കെങ്കിലും അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിതിനകത്തൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഞാനും ആ ഒരു ഓപ്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാലേ എനിക്കും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏൺ ചെയ്യുന്ന ഒരു എമൗണ്ട് അവിടെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ എത്ര ഡോളറാണെന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മോഡ് ഓഫ് ട്രാൻസ്ഫറിൻ്റെ ആ ഒരു മിനിമം എമൗണ്ട്, ഇപ്പോൾ $25 ആണെങ്കിൽ $25 എപ്പോൾ നിങ്ങൾ അച്ചീവ് ആകുന്നു അപ്പോഴാണ് ആ പെയ്ഡ് എന്ന് പറയുന്നതിനകത്ത് ഗ്രീൻ ടിക്ക് വരുള്ളൂ. ബാക്കി ആ പ്രോസസ്സിൽ അങ്ങനെ വന്ന് കിടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ മാസം നിങ്ങൾക്ക് അത് അച്ചീവ് ആവാൻ പറ്റിയില്ലയോ, ഇപ്പം $100 വെച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം $50 നിങ്ങൾ സമ്പാദിച്ചതെങ്കിൽ ആ $50 അവിടെ ഇങ്ങനെ വന്നിട്ട് പ്രോസസ്ഡ് വരെ വന്ന് കിടക്കും. ആ ഡേറ്റും കാണിക്കും. പക്ഷേ അത് പെയ്ഡ് ആവണമെങ്കിൽ നിങ്ങൾ ആ $100 ആവുന്ന സമയം, ആ $100 ആകുന്ന ഏത് മാസമാണോ ആ മാസം അത് പ്രോസസ്സിലേക്ക് പോയിട്ട് മൊത്തം കൂടെ അതിൻ്റെ നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ ബാങ്കിലേക്ക് വരും. അപ്പോഴാണ് ആ പെയ്ഡ് ഗ്രീൻ ടിക്കിലേക്ക് വരുന്നത്. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ പ്രോസസ്ഡ് തന്നെ കിടക്കും. അതിനു മുമ്പ് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന പേ ഔട്ടും മെത്തേഡും ഡീറ്റെയിൽസും കാര്യങ്ങളും ടാക്സ് വെരിഫിക്കേഷനും എല്ലാം കറക്റ്റ് ആണെന്നും കൂടെ ബോധ്യപ്പെടണം. അങ്ങനെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ ഈ എമൗണ്ട് ആ സമയത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അല്ലാതെ ഫേസ്ബുക്ക് നിങ്ങൾക്ക് തരാതിരിക്കുന്നതോ നിങ്ങളെ പറ്റിക്കുന്നതോ ഒന്നും തന്നെയല്ല. ആ പെയ്ഡ് ഗ്രീൻ വന്നിട്ടില്ലല്ലോ, അത് വരണമെങ്കിൽ ഈ ഒരു മിനിമം ക്രൈറ്റീരിയ നമ്മൾ മെറ്റായിരിക്കണം. എന്നാൽ മാത്രമേ അത് വരുള്ളൂ. ആ തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഒരുപാട് പേര് പറയുന്നുണ്ട് പൈസ പ്രോസസ്ഡ് കാണിക്കുന്നുണ്ട്, ബാങ്കിലേക്ക് ആവാനുള്ള സമയം വരെ നോക്കിയിരിക്കുന്നുണ്ട്, പക്ഷേ പൈസ വരുന്നില്ല എന്നുള്ളത്. ഇതാണ് ആ കാര്യം. അല്ലാതെ പൈസ തരാതിരിക്കുന്നതൊന്നുമല്ല. ഈ പൈസ വരാതിരിക്കാൻ ഒരു കാരണം കൂടി ഉണ്ടാവും. അതായത് നോട്ട് പേയബിൾ എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാവും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും എറർ ഉണ്ടായിട്ട് അത് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും നോട്ടിഫിക്കേഷനായിട്ട്. അത് ആദ്യം ചെക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് വന്നേക്കുന്ന എമൗണ്ട് എല്ലാം നോട്ട് പേയബിളിലേക്ക് പോകും. നോട്ട് പേയബിൾ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ, റെഡിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് നിങ്ങൾക്ക് പിന്നീട് കിട്ടുന്നതുമല്ല. അപ്പോൾ ആ ഒരു നിങ്ങളുടെ കാര്യം നിങ്ങൾ ക്ലിയർ ആക്കി വെച്ചാൽ മതി. മിനിമം ക്രൈറ്റീരിയ മെറ്റാവുന്ന സമയം നിങ്ങൾക്ക് ആ പൈസ വന്നിരിക്കും. അല്ലാതെ ഫേസ്ബുക്ക് ആ ക്യാഷും കൊണ്ട് എങ്ങോട്ടും പോകത്തില്ല കേട്ടോ.